നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെയിൽ നാം പ്രതിപാദിക്കുന്നത് നാളെ 1201 മീനമാസം 12-ാം തീയതി, അതായത് 2026 മാർച്ച് മാസം 26-ാം തീയതി വ്യാഴാഴ്ച, ഗുരുവാരം. നാളെ വ്യാഴാഴ്ച സൂര്യോദയം തൃശ്ശൂരിൽ 6:32, അസ്തമയവും വൈകിട്ട് 6:32. രാഹുകാലം നിങ്ങൾക്കറിയാം, 1:30 മണി മുതൽ 3 മണി വരെയുള്ള ഉച്ച സമയമാകുന്നു. 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളെ 12 മണി വരെ വെളുത്തപക്ഷത്തിലെ അഷ്ടമി തിഥിയാണ്. നാം ഒരു ശുഭകാര്യങ്ങൾക്കും സാമ്പത്തികമായ വിഷയത്തിൽ അഷ്ടമി തിഥി എടുക്കാറില്ല. അപ്രകാരം നാളത്തെ നക്ഷത്രവും നിങ്ങൾ ശ്രദ്ധിക്കുക. നാളെ തിരുവാതിര നക്ഷത്രമാണ്. യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ടൈവ 7 നാൾ വിതക്കിൽ വിളയാ ഭൂമോ യാത്ര പോകിലവൻ വര എന്നാണ് പ്രമാണം. യമൻ എന്നാൽ ഭരണി, രുദ്രൻ തിരുവാതിര, അഹി ആയില്യം, പൂരം പുരാടം പുരൂരുട്ടാതി, തൃക്കേട്ട. ഈ 7 നക്ഷത്രങ്ങൾ വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രങ്ങളാണ്. യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രം നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് 4:30 വരെ തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര പക്ഷേ മറ്റെല്ലാ നക്ഷത്രങ്ങൾക്കും ഇല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. വിദ്യ ദാനം ചെയ്യാൻ ഏറ്റവും നല്ല നക്ഷത്രമാണ്. തിരുവാതിര ശിവൻ്റെ നക്ഷത്രമാണ്. അതിനാൽ വിദ്യാർപ്പണത്തിന്, വിദ്യ ദാനം ചെയ്യുവാൻ ഏറ്റവും നല്ല നക്ഷത്രമാകുന്നു തിരുവാതിര നക്ഷത്രമെന്നറിയുക. നാളത്തെ ദിനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാലത്ത് സർപ്പബലി ചെയ്യാം. ആയില്യപൂജ, സർപ്പബലി കാലത്ത് ചെയ്യാം. നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യാം. നാളെ ശ്രീരാമനവമിയാണ്. നാളെ 12 മണി കഴിഞ്ഞാൽ നവമി തിഥിയായി. 4:30 കഴിഞ്ഞാൽ ശ്രീരാമൻ്റെ നക്ഷത്രമായ പുണർദ നക്ഷത്രവുമായി. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശ്രീരാമ നവമിക്ക് ഏറ്റവും അനുകൂലമാണ് നാളത്തെ ദിനമെന്നറിയുക. മറ്റന്നാളും കാലത്ത് 10 മണി വരെ നവമി തിഥിയുണ്ട്. പക്ഷേ ശ്രീരാമ നവമി 26-ാം തീയതി വളരെ സമുചിതമായി വൈകിട്ട് ആഘോഷിക്കുന്നതായിട്ടാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീരാമനവമി ആശംസകൾ. പാൽപ്പായസം, തുളസിമാല നിർബന്ധമായി ശ്രീരാമസ്വാമിക്ക് നിങ്ങൾ സമർപ്പിക്കുക. വിഷ്ണു സഹസ്രനാമത്തിൽ പാർവതീദേവി ശിവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സഹസ്രനാമം ജപിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ മുഴുവൻ ഫലവും ലഭിക്കുക? അന്നേരം ശിവൻ പാർവതി ദേവിക്ക് കൊടുക്കുന്ന ഉപദേശമാണ് ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനന്. 3 തവണ ഈ ശ്ലോകം ചൊല്ലിയാൽ എന്തിൻ്റെ ഗുണമായി? വിഷ്ണു സഹസ്രനാമം ചൊല്ലിയ ഗുണമായി എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത്ര വലിയ മഹത്തരമാണ് ശ്രീരാമ സ്വാമിയെ സാക്ഷാൽ പരമശിവൻ പോലും ബഹുമാനിച്ചിരുന്നത് എന്നറിയുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ ഒരു രാമനവമി ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.